താങ്ക് യു മാഡം. കറികളൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. ചോറുകളൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. അതിന് കഴിച്ചില്ലല്ലോ. അല്ല, കണ്ടാലറിയാലോ അല്ലേ? അതെ, ഉണ്ണിയെ കണ്ടാൽ അറിയാലോ ഊരിലെ ആക്രാന്തം. മതി മതി മതിയെങ്കിൽ സാറേ എഴുന്നേറ്റോ. പൊക്കെ അവന്റെ ഒരു കോമഡി. നിങ്ങൾ ബ്രദേഴ്സ് ട്വിൻസ് ആണോ? അല്ല, ക്രിസ്ത്യൻസാ. സത്യം അതല്ലടോ, നിങ്ങൾ ഇരട്ടകളാണോന്ന്. അതെ. പിന്നെന്താ ഒരാൾ മാത്രം കറുത്തു പോയത്? അങ്ങനെയൊന്നുമില്ല. അതെ, പ്രസവിച്ചപ്പോ എന്നെ അമ്മ കൃത്യസമയത്ത് തന്നെ പ്രസവിച്ചു. ബ്രദറിനെ പ്രസവിക്കാൻ കുറച്ചു വൈകി. അപ്പൊ അത്രയും സമയം കൂടെ ഗർഭപാത്രത്തിനകത്ത് കിടന്ന് ബ്രദർ മുരിഞ്ഞ് സ്വല്പം കരിഞ്ഞുപോയി. എന്റെ ഓരോ തമാശനെ. വലിയ തമാശക്കാരനാണല്ലേ? കൂടുതൽ പരിചയപ്പെടുമ്പോ അറിയാം, എന്നോട് സംസാരിച്ചാ ചിരിച്ചിരി ചാകും. അതെ, ചാകാൻ നടക്കുന്ന പലരും ബ്രദറിനെ പരിചയപ്പെടാൻ വേണ്ടി വരാറുണ്ട്. നന്നായി. ഒരാളുടെയും കുറവ് പറഞ്ഞു മിടുക്കനാവരുത്. അതിനാര് കുറവ് പറഞ്ഞു? കറുപ്പിത്തിരി കൂടുതലാണെന്നല്ലേ പറഞ്ഞുള്ളൂ, അല്ലേ? ദേ, ചുമ്മാ തമാശ പറഞ്ഞു കേട്ടോ. നിങ്ങളെ രണ്ടുപേരും കണ്ട ബ്രദേഴ്സ് ആണെന്ന് തോന്നുന്നില്ല, ഇരട്ടകളാണെന്ന് പ്രത്യേകിച്ചും. രണ്ടപ്പനുണ്ടായ പോലെ അല്ലേ? അയ്യോ, എന്നല്ല ഞാൻ പറഞ്ഞത്. ബ്രദർ കഴിക്കുന്നില്ലേ? വേണ്ട, വയറിറങ്ങു. താനും മതിയാക്കിയോ? മതി. സാരമില്ല, നിങ്ങൾ കഴിക്കും. താൻ ഇവിടെ കിടക്കുമായിരുന്നു. മറ്റേയാളെവിടെ? ബ്രദർ കിടന്നു. അയാൾക്ക് വിഷമായില്ലേ? ഏയ്, അതൊന്നും സാരമില്ല. ബ്രദറിൽ നിന്ന് കേട്ട് കേട്ട് ശീലമായിപ്പോയി. കോലാലംപൂരിൽ ഏതൊരു ആശുപത്രിയിലാണ് ഞങ്ങൾ ജനിച്ചത്. അന്ന് ആശുപത്രിയിലാണെന്ന് ഏതൊരു ആക്രമണത്തിലും പൊട്ടിത്തെറിയിലും പപ്പയും അമ്മയും മരിച്ചു. പിന്നീട് അങ്കിളും ആൻറ്റിയും ഞങ്ങളെ നാട്ടിലേക്ക് കൊണ്ടുവന്നു, കോട്ടയത്തേക്ക്. അന്നത്തെ ആ ബഹളത്തിൽ ഒരു കുഞ്ഞ് മാറിപ്പോയിന്ന ആൻറ്റിയുടെ അങ്കിളിനെയും തോന്നൽ. സാമ്യമില്ലാത്ത ഇരട്ടകൾ ഉണ്ടാവുമെന്ന് പലരും പറഞ്ഞിട്ടും അവർക്ക് അംഗീകരിക്കാനായില്ല. അതിൻ്റെ അവഹേളനവും ഒറ്റപ്പെടുത്തലും ഒത്തിരി അനുഭവിച്ചതാ ബ്രദർ. എല്ലാവർക്കും അവൻ അന്യനായിരുന്നു, അധികപ്പെട്ടായിരുന്നു. മോനെ, രണ്ട് കൈയും തോളത്തിട്. വെരി ഗുഡ് ബ്രദറേ, വാ. ഓക്കെ. ഞങ്ങളുടെ ഒരു ഫോട്ടോ. അത് ഓക്കെ ആയിരുന്നു. സാറേ, നാടകത്തിൽ ലവകുശന്മാരായിട്ട് അഭിനയിക്കാൻ ഇരട്ടകളാണെന്ന് പറഞ്ഞില്ലേ? ദേ, ഇവരെ ഇരട്ടകളാ. ഇരട്ടകളാണെന്ന് ഒരേപോലെ ഇരിക്കുന്നു. ഇരട്ടകളാണ്, ഇങ്ങനെ തന്നെ വേണം. എടാ, ശരിക്കും നിങ്ങൾ ഒരു തന്തയ്ക്ക് ഉണ്ടായി തന്നെയാണോ? അയ്യോ, നല്ല തമാശ തന്നെ. എനിക്ക് സങ്കടമാകുന്നതും ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ കൊച്ചാവുന്നതുമാണ് ബ്രദറിന് സഹിക്കാത്തത്. ബ്രദർ അന്നും ഇന്നും വിശ്വസിക്കുന്നുണ്ട് ബ്രദർ എൻ്റെ സ്വന്തം ബ്രദറല്ല. ബ്രദർ എനിക്കൊരു ബാധ്യതയാണ്. ബ്രദറെ, എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് ബ്രദർ എങ്ങോട്ടാ? ഞാൻ പോവാ. ശരിക്കും നിന്റെ ബ്രദറിനെ ഞാൻ കണ്ടുപിടിച്ച് കൊണ്ടുതരും. വേണ്ട, നീയാ എൻ്റെ ബ്രദർ, നീ മാത്രം. വാ, തിരിച്ചു പോവാ. വേണ്ട, ഞാനില്ല അങ്ങോട്ട്. എന്നാ ഞാനും വരാം.
ബ്രദറിന്റെ കൂടെ ഞാനും ഉണ്ട്. ബ്രദർ എവിടെ പോയാലും. പക്ഷെ ബ്രദറിന്റെ തീരുമാനം ഉറച്ചതാ. എന്തെങ്കിലും എൻ്റെ ഇരട്ട സഹോദരനെ കണ്ടെത്തുകയാണെങ്കിൽ അന്ന് എനിക്കൊരിക്കലും ഒരു ബാധ്യത ആവാതെ എന്നേക്കുമായി എന്നെ വിട്ടു പോകും. പക്ഷേ ബ്രദറില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, ഒരു നിമിഷം പോലും. സോറി. എന്തിന്? ഞാൻ ചുമ്മാ. അവൾക്ക് ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അതാ അവള് എന്നെ ഒന്നും അറിഞ്ഞിട്ട് പറഞ്ഞതല്ല അവള്. ഇപ്പൊ ബ്രദർ പറഞ്ഞപ്പോഴാ. ഹേയ്, അത് സാരില്ല. ഞാനത് കേൾക്കേണ്ടവനാ. ഞാൻ ആരുമില്ലാത്തവനല്ലേ. പക്ഷെ ബ്രദറിനെ സ്നേഹിക്കാൻ ഒരുപാട് പേരുണ്ട് നാട്ടില്, ബന്ധുക്കളും സ്വന്തക്കാരും ഒക്കെ. അതൊക്കെ ഉപേക്ഷിച്ചിട്ടാ എൻ്റെ കൂടെ. എനിക്കുറപ്പുണ്ട് ബ്രദറിന് ശരിക്കും ഒരു ബ്രദറുണ്ട്. ഞാൻ കണ്ടുപിടിക്കും. ദൈവം എനിക്ക് കാണിച്ചു തരും. ഇതിപ്പോ ഞാൻ കാരണം ബ്രദർ നാണക്കെടുക എല്ലായിടത്തും. ഇത്രയും സ്നേഹമുള്ളൊരു സഹോദരനെ കിട്ടിയത് ഭാഗ്യല്ലേ? എല്ലാം നല്ലതിനാന്ന് കരുതിക്കൂടെ? ജനിച്ച സമയത്ത് കുഞ്ഞു മാറിപ്പോയതിന്റെ വേദന അതൊന്നും വേറെയാ. ഒന്ന് വേറെ ആയോണ്ടല്ലേ മാറിപ്പോയെന്ന് പറയുന്നത്. അതെ, നിനക്കറിയോ, ഞാൻ പ്രസവിക്കുമ്പോ നീ പ്രസവിച്ച? ഞാനല്ല, ഞാനെന്ന് പറയുന്ന എന്റെ അമ്മ എന്നെ പ്രസവിക്കുമ്പോ ഈ മുഖത്തുനിന്ന് ചോര എങ്ങനെ നിന്റെ മുഖത്ത് ചൊറയുണ്ടായിരുന്നു? അതല്ല, നല്ല വെളുത്ത് തുടുത്ത് സുന്ദര കുട്ടപ്പനായിരുന്നു. എന്നെ കുളിപ്പിക്കാൻ കൊണ്ടുപോയ നേഴ്സ് കോഴ വാങ്ങി എന്നെ ഏതോ കാശുകാരന് കൊടുത്ത് പകരം അയാളുടെ കരിഞ്ഞുണങ്ങിയ കൊച്ചിനെ എന്റെ അമ്മയുടെ അടുത്ത് കിടത്തി. ആ കരിഞ്ഞുണങ്ങിയ കൊച്ചാണ് ഈ ഇരിക്കടത്തെ. ശരിക്കുള്ള ഞാൻ എവിടെയോ ആ കോടീശ്വരന്റെ വീട്ടിൽ നല്ല തുടുത്തല്ല സുന്ദര കുട്ടപ്പനായിട്ട് കഴിയാണ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ ഈ ഇരിക്കുന്ന നീ? ഈ ഇരിക്കണം ഞാനില്ലേ, അത് ഞാനല്ല. ഞാൻ എവിടെയോ ആണ് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് ഇങ്ങനെ ജീവിക്കുകയാണ്. എടാ ഇങ്ങനെ കുടിക്കല്ലേ, നിന്റെ ചങ്ക് വാടി പോവും. വാടട്ടെ, എനിക്കെന്താ, എന്റെ ചങ്കല്ലല്ലോ, ആ കരിഞ്ഞുണങ്ങിയ തെണ്ടിയുടെ ചങ്കല്ലേ. ചാകട്ടെ, ഈ ചതിയ ചാകട്ടെ. ഞാൻ ഏതോ കോടീശ്വരന്റെ വീട്ടില് നല്ല വെളുത്ത് തുടുത്ത് സുന്ദര കുട്ടപ്പനായിട്ട് നല്ല അടിപൊളി ഭാര്യയായിട്ട് നല്ല പാലും പോൽവിറ്റൊക്കെ കുടിച്ചിരിക്കും. അതേ കരിസാറേ, എന്താ ഉദ്ദേശം? അതെ രായ സാറേ, എന്തെങ്കിലും ഒന്ന് പറ. കുറെ നേരം സൈക്കിളോട്ടം തുടങ്ങിയിട്ട് എവിടെയൊക്കെ ഇത്ര അത്യാവശ്യമായിട്ട്? നിർത്തിയൊന്ന് നിർത്താൻ. എന്താടാ? എന്താ? ഒന്നുമില്ല, പറഞ്ഞ പോലെ രസമായിട്ട് തോന്നി. ചൂടാ ചൂട്. ഞാൻ പറയാം സാറേ, അതിനിപ്പോ ഇവിടെ എന്താ പ്രശ്നം? പ്രശ്നങ്ങളൊക്കെ ഏകദേശം സോൾവ് ആയില്ലേ? നമുക്ക് അങ്ങോട്ട് വീട്ടിലേക്ക് ചെല്ലാം, കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം. എന്തു പറയാൻ? ഏയ്, അതൊന്നും ശരിയാവില്ലടാ. ഇത് അവരുടെ ഇവരുടെ ഇടയിൽ കിടന്ന് നമ്മൾ കോമാളികളാവാന്നല്ലാതെ മതി. മതി. അപ്പൊ ഇനി അങ്ങോട്ട് പോകണ്ടേ? എന്തിന്? ആരെ കാണാൻ? ബ്രദറെ, നമുക്കിതൊന്നും പറഞ്ഞിട്ടുള്ളതല്ല, ഈ കുടുംബവും കുട്ടികളും ഒന്നും. മാത്രമല്ല, നമ്മൾ അവർക്കൊട്ട് ചേരുവില്ല. അവര് വിദ്യാഭ്യാസമൊക്കെ ഉള്ളവരല്ലേ. മതി, നമുക്കൊന്നും വേണ്ട. നമുക്കിവിടുന്ന് പോവാം. ഇവിടെ എങ്ങോട്ടാ പോകുന്നത്? കോളേജിലേക്കോ സ്കൂളിലേക്കോ? എന്താ? അല്ല, വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ട് പോകുന്നെന്ന് കേട്ടു, അതുകൊണ്ട് ചോദിച്ചതാ. ശരി, അതെന്തോ ആയിക്കോട്ടെ, അത് നിങ്ങളുടെ കാര്യം. പക്ഷെ ഈ വാടകയ്ക്ക് താമസിക്കുന്നവര് വീട് മാറി പോകുമ്പോ ചില മര്യാദകളൊക്കെ ഉണ്ട്. ചുരുങ്ങിയ പക്ഷം അത്രയും കാലം താമസിച്ചതിന്റെ വാടകയെങ്കിലും തരണം. ഞങ്ങൾ ആ വാടക പിരിക്കാൻ വേണ്ടി വന്നതാ. അല്ല, അത് രണ്ടുപേരും തനി തനി തരണം. എന്തേ, കാശില്ലേ? ഇല്ല, ഉണ്ട് ബ്രദറെ.
വാ വാങ്ങിക്ക. നിക്ക് അത് ശരി. വീട്ടുടമസ്ഥന് ഇവിടെ ജീവനോടെ നിൽക്കുമ്പോ വാടക മേടിക്കാൻ നിങ്ങൾക്ക് എന്താ അധികാരം? ഏതായാലും വാങ്ങിച്ചു പോയ സ്ഥിതിക്ക് ഒരു കാര്യം ചെയ്യും. നീ ഈ വാടക ഈ മുതലാളിക്ക് കൊടുക്ക്, നീ ഇത് ഈ മുതലാളിക്ക്. എന്താ രണ്ടുപേരിങ്ങനെ നോക്കി നിൽക്കണേ? വീട്ടുടമസ്ഥന്മാർ ഇതങ്ങ് വാങ്ങിച്ചേ. ഞാനെല്ലാം പറഞ്ഞടോ ഇവരോട്. നിങ്ങൾ വീട് വാങ്ങിയതും നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹമൊക്കെ ഇവർക്കും ഇത് സന്തോഷാടോ.